നിയമസഭാ സ്ഥാനമോഹികൾക്ക് പുതിയ മാനദണ്ഡം വെച്ചിരിക്കുകയാണ് AICC. ഈ മാനദണ്ഡം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനു മാത്രമായി ഇനി കാത്തുനിൽക്കേണ്ടെന്നും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ടി വരുമെന്നും സംസ്ഥാന നേതാക്കളോടും മുൻ MLA മാരോടും AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് വച്ചായിരുന്നു KCയുടെ ഈ മുന്നറിയിപ്പ്. സീനിയർ നേതാക്കളും കോർപ്പറേഷനിൽ മത്സരിക്കേണ്ടി വരും. അടിത്തറ എന്ന് പറയുന്നത് പാർട്ടിക്ക് കോർപ്പറേഷനാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ബുദ്ധിമുട്ടാകും ജയിക്കാൻ. അതുകൊണ്ട് വാർഡിലെ ജനങ്ങൾ കൂടെ നിന്നെങ്കിൽ മാത്രമേ നിയമസഭ പിടിക്കാനാകൂ എന്നും വാർഡുകളിൽ എല്ലാവരുടെയും സേവനം ഉറപ്പാക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ നേതാക്കൾക്ക്. മുൻ MLA-മാർ അടക്കം സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ തന്നെ പ്രഗത്ഭരായ നേതാക്കളെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുമെന്നൊരു തരത്തിൽ കോൺഗ്രസിൽ ചർച്ച നടന്നിരുന്നു. എന്നാൽ മത്സരിക്കാൻ സീറ്റ് ഒപ്പിക്കുകയും അതിനുശേഷം നാട് വിടുകയുമൊക്കെ ചെയ്യുന്ന പതിവ് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുത്ത് ആ വാർഡുകളിൽ നിർത്തേണ്ട എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ മാത്രം വേണം മത്സരിപ്പിക്കേണ്ടതെന്നും പറഞ്ഞ KC വേണുഗോപാൽ ഒരു തരത്തിലും നേതാക്കൾ തമ്മിലടിക്കരുത് എന്ന താക്കീതും നൽകിയിട്ടുണ്ട്. ഇനി കണ്ണുരുട്ടി കൂടെ നിർത്താനാണോ ഒന്നിപ്പിച്ച് കൂടെ നിർത്താനാണോ എന്നറിയില്ല. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വളരെ വ്യക്തമായി തന്നെ വരച്ചുകാട്ടുകയാണ് KC ചെയ്തിരിക്കുന്നത്. ഒരുമിച്ചിരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളെ ഈ കേരളത്തിലെ കോൺഗ്രസ്സിലുള്ളൂവെന്നും പക്ഷേ അങ്ങനെ ഇരിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നതുമാണ് പ്രശ്നമെന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. പല കാരണങ്ങളും പറഞ്ഞൊഴിഞ്ഞു മാറുന്നവർ ഒരു കാര്യമോർത്താൽ നല്ലത്, ആ ഒഴിഞ്ഞുമാറൽ ഇനി ഇവിടെ നടക്കില്ല എന്നാണ് KC വേണുഗോപാൽ നേതാക്കൾക്ക് താക്കീത് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ അത് തുടങ്ങുകയാണ്. ജില്ലയിലെ 1546 വാർഡ് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. DCC ഓഫീസിലെ വാർ റൂമിൽ നിന്നും എല്ലാ വാർഡ് കമ്മിറ്റികളിലെയും നേതാക്കൾ ഫോണിൽ വിളിച്ച് പ്രശ്നങ്ങൾ ചോദിച്ചറിയും. അതുപോലെ വാർഡുകളിൽ നടത്തുന്ന സാമുദായിക സർവേക്ക് മുൻഗണന നൽകിയാകും സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം. ജില്ലയിലെ 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും 2 സീനിയർ നേതാക്കളെ വീതം 28 പേർക്ക് ചുമതല നൽകിക്കഴിഞ്ഞു. വാർഡ് പ്രസിഡന്റുമാരായി ഈ പറയുന്ന നേതാക്കളെല്ലാം കൂടിക്കാഴ്ച നടത്തും. അങ്ങനെ വാക്കുകൾ കൊണ്ടെല്ലാം സജീവമാണ് ഇപ്പോൾ. ഏതായാലും നിർജീവമാണ് എന്ന് എല്ലാവരും പറയുന്ന തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങി വിജയിപ്പിക്കാനാണ് AICCയുടെ നീക്കമെന്നതും KCയുടെ വാക്കുകളിൽ വ്യക്തമാണ്. ഒന്നിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നേരെയാക്കാൻ കഴിയാത്തവരെ പാഠം പഠിപ്പിക്കാനും മത്സരിച്ച് നാടുവിടുന്നവരെ മുൻപേ നാട് കടത്താനും കഴിയുമെന്നൊക്കെ KC വേണുഗോപാൽ വെറും വാക്കിലല്ലാതെ അത് നേരാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടും എന്ന് തീർച്ചയാണ്.